4 വയസ്സോ 5 വയസ്സോ എനിക്ക് ഉണ്ടായിരുന്ന സമയത്താണ് എന്റെ ബർത്ത്ഡേ വീട്ടുകാരൊക്കെ ഒന്ന് ആഘോഷിച്ച് എന്റെ ഓർമ്മയിലുള്ളത്. അത് കഴിഞ്ഞ് കേക്ക് പോയിട്ട് ഒരു മിഠായി പോലും മേടിച്ചു കൊടുത്ത് ഞാനൊരു ബർത്ത്ഡേ ആഘോഷിച്ചിട്ടില്ല കേട്ടോ. എന്റെ മാത്രമല്ല എന്റെ അനിയന്മാരുടെയൊക്കെ ബർത്ത്ഡേ ആഘോഷിച്ചിട്ടുണ്ടോ എന്ന് പോലും എനിക്കറിയില്ല. അതൊന്നും എന്റെ ഓർമ്മയിൽ പോലും ഇല്ല കേട്ടോ. സർപ്രൈസുകൾ തരാനും ഗിഫ്റ്റ് തരാനും അതുപോലെ തന്നെ ആഘോഷിക്കാനും ഒന്നുമായിട്ട് ആരും ഇല്ലാത്തത് കൊണ്ടായിരിക്കും ബർത്ത്ഡേ എന്ന് പറയുന്ന കാര്യം എനിക്ക് ഒരു നോർമൽ ദിവസമായിട്ട് മാറിയത്. യുഎയില് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് എനിക്ക് മനസ്സിലായത് ഒരാളുടെ ലൈഫിൽ ബർത്ത്ഡേക്ക് ഇത്ര ഇമ്പോർട്ടൻസ് ഉണ്ടെന്നുള്ളത്. എന്റെ കൂടെ വർക്ക് ചെയ്തിരുന്ന കോവർക്കേഴ്സിൽ ഏറ്റവും കൂടുതൽ അതർ നാഷണാലിറ്റീസ് ആണ് ഉണ്ടായിരുന്നത്. അവരെല്ലാവരും അവരുടെ ബർത്ത്ഡേയുടെ അന്ന് അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യും. കേക്ക് കട്ട് ചെയ്യും, ഫ്രണ്ട്സിനെ വിളിച്ച് പാർട്ടി ചെയ്യും, ഫാമിലി ഉണ്ടെങ്കിൽ ഫാമിലിയുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യും. അങ്ങനെ അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ മാത്രം ചെയ്യാനും മെമ്മറബിൾ ആക്കാനും അന്നത്തെ ഒരു ദിവസം അവർ എടുക്കുമായിരുന്നേ. തോളത്ത് കൈയിട്ട് നടക്കുന്ന കൂട്ടുകാർ പോലും ഓർക്കാത്ത എന്റെ ഒരു ബർത്ത്ഡേ എന്റെ കൊളീഗ് ആയിട്ടുള്ള ഒരു റഷ്യക്കാരി ആളുടെ ഒരു സർപ്രൈസ് ഗിഫ്റ്റോട് കൂടി എനിക്കങ്ങ് കളറാക്കി തന്നേ. അതായിരുന്നു എന്റെ ജീവിതത്തിലെ ആദ്യത്തെ സർപ്രൈസ്. അന്ന് എനിക്ക് തോന്നിയൊരു സന്തോഷം എനിക്ക് ഇപ്പോഴും പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത് കഴിഞ്ഞുള്ള എന്റെ എല്ലാ ബർത്ത്ഡേസും ഞാനായിട്ട് തന്നെ അങ്ങ് ആഘോഷിക്കാൻ തുടങ്ങി. എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യും, എനിക്ക് ഇഷ്ടമുള്ളതൊക്കെ ഞാൻ എനിക്ക് തന്നെ അങ്ങ് ഗിഫ്റ്റ് ചെയ്യും. അതല്ലേ ശരി?